സേവനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിൽ ഇൻസ്റ്റാളേഷൻ സെറിമണി ശ്രദ്ധേയമായി. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ 19ാമത് പ്രസിഡന്റായി റൊട്ടേറിയൻ ജോളി കെ.എ സ്ഥാനമേറ്റു. ഞാർക്കൽ വൈപ്പിൻ സൈൻ ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് റൊട്ടേറിയൻ അഡ്വക്കേറ്റ് വി.പി. സാബു അധ്യക്ഷത വഹിച്ചു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ M.K. കരുണാകരന്റെ നേതൃത്വത്തിൽ ചാർട്ടേഡ് മെമ്പർമാരായ M.K. സുധാകരൻ, അദ്ദേഹം ഈ ക്ലബിന് 2 വർഷം വളരെ ഭംഗിയായി നയിച്ച ഒരു ചാർട്ടേഡ് മെമ്പറാണ്. അതുപോലെ ക്യാപ്റ്റൻ ജയറാം, സുരേന്ദ്രൻ ചേട്ടൻ, പ്രിയേഷ് വന്നിട്ടില്ല. 4 ചാർട്ടേഡ് മെമ്പർമാരാണ് ക്ലബിൽ അവശേഷിക്കുന്നത്. ഈ ക്ലബിന്റെ 19ാമത് പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്ന ഈ മുഹൂർത്തം വളരെ അഭിമാനകരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 100 വീട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 100 വീട് പൂർത്തിയാകാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പണി തീരാത്ത വീടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പണി തീരാത്ത വീടുകൾ പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 1 കോടി രൂപ ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ 1 കോടി രൂപ നമ്മൾക്ക് കളക്ട് ചെയ്യണമെങ്കിൽ അത് 3 രീതിയിലുള്ള സോഴ്സിലൂടെയാണ് ഈ പൈസ വരുന്നത്. ഏത് സോഴ്സ്? ഒന്ന് ഡിസ്ട്രിക്റ്റിന്റെ, രണ്ടാമതായിട്ട് മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, പിന്നെ പ്രൊജക്ടുകളിലൂടെ വരുന്നത്. ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മൾ നോക്കിയാൽ ഏകദേശം ഞാൻ ഈ പറയുന്ന ബഡ്ജറ്റിന്റെ 1%, 10% പോലും വരില്ല. അതായത് 10 ലക്ഷം പോലും വരില്ല. അപ്പൊ ഈ 1 കോടി രൂപയിൽ 90 ലക്ഷം രൂപ എങ്ങനെ നമ്മൾ സംഘടിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് അതിനുള്ളൊരു അജണ്ട ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 90 ലക്ഷം രൂപ ഈ രീതിയിലുള്ള വരുന്ന എത്ര തുകയായാലും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മുഴുവൻ തുകയും ഞാൻ ഇതിലെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ 100 വീട് എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കുന്നത് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് ഞാൻ റോട്ടറിയുടെ പ്രശ്നത്തിലും അതോടൊപ്പം തന്നെ ഞാൻ കൈമാറുകയാണ്. സ്ഥാനാരോഹണ പ്രസംഗത്തിൽ സമൂഹ സേവനത്തിന് മുൻതൂക്കം നൽകുന്ന സുപ്രധാന പദ്ധതിയാണ് പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. ഭവന നിർമ്മാണം ആരംഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പൂർത്തിയാക്കാൻ കഴിയാതെ കഴിയുന്ന 100 നിരാലംബ കുടുംബങ്ങളുടെ വീടുകൾ പൂർത്തീകരിച്ച് നൽകുന്ന മഹത്തായ പദ്ധതിക്കായി 1 കോടി രൂപ അനുവദിച്ചതായി ജോളി കെ.എ അറിയിച്ചു. പദ്ധതിയുടെ പ്രാഥമിക ഫണ്ടായ 50 ലക്ഷം രൂപയുടെ ചെക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി.പി. സാബുവിനും ട്രഷറർ ഹുസൈനും ചടങ്ങിൽ കൈമാറി. പല സ്കൂളുകളിലായിട്ട് നമ്മൾ സ്കൂളുകളിൽ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വായനക്കളരി, ദിനപത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു. അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള നമ്മുടെ സ്റ്റേഡിയത്തിൽ, ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു വലിയ ഒളിമ്പിക്സ് തന്നെ നമ്മൾ നടത്തി. ഇൻട്രാ സ്റ്റേറ്റ് സ്കൂൾ ജൂഡോ, ചാമ്പ്യൻഷിപ്പ്, ഫുട്ബോൾ, അതുപോലെ ക്രിക്കറ്റ് എല്ലാം നടത്തി. ഈ കാലയളവിൽ നമുക്ക് 10ഓളം വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും. പണി തുടങ്ങിയിട്ട് നിർമ്മിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത 10ഓളം വീടുകൾക്ക് നമ്മൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. വേറൊരു ഫൗണ്ടേഷനിൽ നിന്ന് ഈ വർഷം നമുക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ മെയ് 10-ാം തീയതി 14 ദിവസം നിലനിൽക്കുന്ന ദ റോട്ടറി മഹോത്സവം ഫോർട്ട്നൈറ്റ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തി. അതോടൊപ്പം തന്നെ വലിയൊരു ഫാഷൻ ഷോ, കൂടാതെ മാജിക് ഷോ എല്ലാം ഉണ്ടായിരുന്നു. ഏതാണ്ട് 350ഓളം പ്രേക്ഷകർ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ഏകദേശം 4,50,000 രൂപ സ്വരൂപിക്കാൻ നീക്കിവെക്കാൻ കഴിഞ്ഞു ഈ വർഷം എന്നത് വളരെ അഭിമാനത്തോടെ തന്നെ പറയട്ടെ. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ റൊട്ടേറിയൻസെയും മറ്റുള്ളവരെയും പ്രത്യേകം
നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും തന്നെ ഫുട്ബോൾ കാൽപന്ത് കളിയുടെ ലഹരിയിലാണ് ലോകം മുഴുവൻ. ഈ റോട്ടറിയുടെ മഹത്തായ പ്രതലത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിലേക്കും കടന്നു വരുന്നത് ജീവിതം ഒരു നല്ല കാൽപന്ത് കളിയാണ്. നാം അതിനെ നല്ല കളിക്കാരാണ്. ഭൂതലം അതിനായി ഒരുക്കിയ പ്രതലമാണ്. നാം അതിൽ നന്നായി നിറഞ്ഞാണ്. പഴുതുകൾ അടച്ചുള്ള കടവുകൾ പയറ്റുമ്പോൾ പഴി കേൾക്കുന്നവരാകരുത്. മുന്നേറിപ്പോകുന്നവരവരെ പിന്നിൽ നിന്നും വഴി മുടക്കുന്നവരാകരുത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റോട്ടറി എന്നുള്ള പ്രതലം മറ്റുള്ളവർക്ക് വേണ്ടി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിന് വേണ്ടി മുറിയുവാനുള്ളതാകട്ടെ. ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഡയറക്ടർ റൊട്ടേറിയൻ സതീഷ് വാര്യർ, അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ വേണുഗോപാൽ, GGR റൊട്ടേറിയൻ ബിബിൻ ജോർജ്, മുൻ ഡിസ്ട്രിക്ട് ഡയറക്ടർ റൊട്ടേറിയൻ നോബി A, റൊട്ടേറിയൻ സുരേന്ദ്രൻ MB, റൊട്ടേറിയൻ ഹരികൃഷ്ണ MS, റൊട്ടേറിയൻ സുധാകരൻ NK എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്ഥാപക അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കുകയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തോടെ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, ഞാറക്കൽ.